നമസ്കാരം രാഹുൽ, നമസ്കാരം. നമസ്കാരം. ഓം നമഃ ശിവായ. നമസ്കാരം. നമ്മളുടെ ശിവായ. യാത്രകളെ കുറിച്ചിട്ടുള്ള ഒരു തീർത്ഥാടന യാത്രകളെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ചർച്ചകളാണ് മുന്നോട്ട് പോകുന്നത്. നമ്മള് ആദ്യ ഭാഗത്ത് ചതുരഗിരിയിലേക്കുള്ള യാത്രയെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോ ധാരാളം പേര് വീണ്ടും അതിന്റെ അടുത്ത ഘട്ടങ്ങൾ കൂടി ചതുരഗിരി യാത്രയെ പറ്റി കുറച്ച് കൂടുതൽ പറയണം, സിദ്ധന്മാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയണം എന്നൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മളുടെ പഠന ഗ്രൂപ്പായിരിക്കുന്ന ശിവജ്ഞാനവേദിയിലാണ് നമ്മൾ ഇതിന്റെ ലിങ്ക് ഇട്ടിരുന്നത്. അപ്പോ അതിന്റെ അടുത്ത ഭാഗങ്ങൾ കൂടുതൽ ഇത്തരത്തിലുള്ള തീർത്ഥയാത്രകളെ കുറിച്ച്, തീർത്ഥയാത്രയ്ക്ക് പോകേണ്ട സ്ഥലങ്ങളെ കുറിച്ച്, അവിടെയുള്ള ക്ഷേത്രങ്ങളെ കുറിച്ച്, പിന്നെ ഈ പറഞ്ഞ സിദ്ധന്മാരെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയണമെന്നാണ്. അപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് രാഹുലിനെ നമ്മൾ തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് യാത്രകള് ചെയ്യുന്നയാളാണ് രാഹുല്. അപ്പം ധാരാളം യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാള് വിദേശത്താണ് ജോലി ചെയ്തിരുന്നത്. ആ വിദേശത്തെ ജോലി അവിടെ നിന്ന് വിട്ട് തിരിച്ച് നാട്ടില് വന്ന് ഇത്തരത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്തപ്പോ, ഇപ്പൊ ഹിമാലയത്തില് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ പല സ്ഥലങ്ങളിലും അരുണഗിരി, അരുണാചലത്തിൽ യാത്രകൾ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ആ യാത്രയുടെ ഒരു ഭാഗത്ത് പലപ്പോഴും നമ്മളൊരു ആത്മീയ സാധകനായതുകൊണ്ട് പലർക്കും സാധിക്കാത്ത പലതരത്തിലുള്ള സിദ്ധ യോഗികളെയും സിദ്ധ ഗുരുക്കന്മാരെയും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഹിമാലയൻ യാത്രയെ പറ്റിയുള്ള നമ്മളുടെ ആ ഒരു ഇത് ഇട്ട സമയത്ത് അവിടെ അങ്ങ് അമേരിക്കയിൽ വലിയ ശാസ്ത്രകാരനായിരുന്ന ഒരു യോഗി ഹിമാലയത്തിലെ ഒരു മഞ്ഞുമൂടിയ ഗുഹയില് വന്ന് എല്ലാം ഉപേക്ഷിച്ചിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ യാത്രാവേളയെ കുറിച്ചുള്ള അനുഭവത്തിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ നമ്മള് ഈ യാത്ര, അതായത് ചതുരഗിരിയുടെ യാത്രയുടെ അടുത്ത ഭാഗങ്ങള് എങ്ങനെയാണ്, എന്തായിരുന്നു അതിന്റെ അടുത്ത കാര്യങ്ങളൊന്ന് വ്യക്തമാക്കാമോ? ബാക്കി ആരെയൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കാമോ? രാഹുലിന്റെ ഓഡിയോ മ്യൂട്ടാണെന്ന് തോന്നുന്നു, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, ക്ലിയർ ആണ്. ഗുരുജി നമസ്കാരം. നമസ്തേ. ചതുരഗിരിയിലെ യാത്ര, പിന്നീട് ആ ചതുരഗിരിയിലോട്ട് ആ മല കയറുന്ന ഇടം വരുമ്പോ എടുത്ത് നമ്മള് അവിടെ ഒരു ഏകദേശം ഒരു 4 മണിക്കൂറോളം 4-5 മണിക്കൂറോളം സാധാരണഗതിയുടെ ഒരു യാത്ര ഉണ്ടാവും ആ മല കയറാൻ. അപ്പം അത് അതിന്റെ ഒരു പകുതിയോളം ആകുന്നത് എത്രയായി എന്ന് ചിലവർക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ ഇത് ആവാറായിട്ടുണ്ടോ എന്ന് ഇറങ്ങി വരണവരോട് ഇങ്ങനെ ചോദിക്കും. അപ്പൊ അവര് പറയും അവിടെ ഒരു ഇരട്ടയിലിംഗം ഉണ്ട്, ആ ഇരട്ടയിലിംഗം വന്നു കഴിഞ്ഞാൽ പകുതിയായി എന്ന് പറയും. അപ്പൊ അത് അങ്ങനെ ഒരു ഭാഗമുണ്ട്. അവിടെ ചെല്ലുമ്പോ 2 ലിംഗം ഇരിക്കുന്നതാണ്, ശിവലിംഗം ഇരിക്കുന്നത് കാണാം. അതിന്റെ പകുതിയോളം ചെല്ലുമ്പോൾ അവിടെ 2 ശിവലിംഗം ഉണ്ട്. അവിടെ പൂജ കഴിക്കാനായിട്ട് ഇപ്പൊ ഇങ്ങനെ ആളുകൾ യാത്ര ചെയ്യുന്ന സമയമായ കാരണം അവിടെ പൂജ കഴിക്കുന്നതായിട്ട് 2 പേര് അവിടെ ഇരിപ്പുണ്ടാവും. അതിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഒരു ഐതിഹ്യം എന്താന്ന് കേട്ടാച്ചാല്, പണ്ട് 2 ദമ്പതിമാര് അവര് അവിടെ ഇരുന്നു അവരവിടെ ഇരുന്ന് കുറെ കാലം തപസ് ചെയ്തിരുന്നു, ഭാര്യാഭർത്താക്കന്മാര്. അപ്പൊ അവര് ഈ ഭർത്താവ് ശിവന്റെ ശക്തമായിട്ടുള്ള ഉപാസകനായിരുന്നു, എന്നാൽ ഭാര്യ വിഷ്ണുവിന്റെ ഉപാസകയായിരുന്നു. അപ്പം രണ്ടുപേരുടെയും ആ ഈശ്വര സങ്കല്പത്തിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ ഭർത്താവിന്റെ തപസ്, രണ്ടുപേരും തപസ് ചെയ്തിരുന്നെങ്കിലും ഭർത്താവിന്റെ ഇത് പ്രകാരം അവിടെ മഹാദേവന്റെ സാന്നിധ്യം വരികയും മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും, ക്ഷിപ്രപ്രസാദിയാണ് മഹാദേവൻ എന്നുള്ളത് കൊണ്ട് ആ വേഗം തന്നെ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും, അപ്പൊ അത് കണ്ട് ഈ ഭാര്യയ്ക്ക് ഒരു ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടായി. കാര്യം അവര് വിഷ്ണു സങ്കല്പത്തിലാണ് ഉപാസിക്കുന്നത്. അപ്പൊ ഭഗവാനെ എനിക്ക് വിഷ്ണുവായിട്ട് കാണാനായിരുന്നു എന്റെ സങ്കല്പം അതാണെന്ന് അറിഞ്ഞത് കൊണ്ട് മഹാദേവൻ തന്നെ അവിടെ ഹരിയുടെ രൂപം സ്വീകരിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു. ആ ഹരിയും ഹരനും ഞാൻ തന്നെയാണ് എന്ന് അവരെ പ്രൂവ് ചെയ്ത് ആ 2-ൽ നിന്ന് 1-ലോട്ട് അവരെ ചേർത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ആ 2 ഭാവത്തിലുള്ള ആ ഇതാണ് അവിടെ 2 ലിംഗമായിട്ട് കാണുന്നത്. ഒന്ന് വിഷ്ണുവും ഒന്ന് ശിവനുമായിട്ട് കാണുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പിന്നെ യാത്രയില് അവിടെ യാത്രയിലുള്ളവർ പലരും പറഞ്ഞേക്കുന്ന അനുഭവങ്ങൾ എന്ന് വെച്ചാൽ, അവിടെ ചില രാത്രികളിൽ ചില രാത്രികളില് ചില തീഗോളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അവിടെ ഇന്നും. അപ്പം ആ വനത്തില്, അതായത് ഈ തീഗോളങ്ങള്
സിദ്ധന്മാരുടെ സാന്നിധ്യമായിട്ട് അപ്പം അവർ ഈ പറയുന്ന ചില ഈ പാഷാണ ഈ മരുന്നുകൂട്ടുണ്ടാക്കുമ്പോഴും പിന്നെ കായകൽപ്പത്തിനുള്ള മരുന്നുകൂട്ടുകൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ അഗ്നിയുടെ ഇത് വരുന്നാണ് പറയുന്നത് അവരവിടെ. അപ്പൊ അതിപ്പോഴും ഇന്നത് ഉണ്ടാക്കണമെങ്കിൽ അപ്പൊ അത് അവിടെ ഇവരുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഇതാണ്. അപ്പൊ ഇന്നും അതൊക്കെ എവിടെയോ ചേർത്ത് നിർമ്മിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത്രത്തോളം ഔഷധക്കൂട്ടുകളുള്ള ഒരു പർവ്വത മലനിരകളാണ് ആ കാണുന്നത് ചതുരഗിരി ആ അതെ, ഭാഗത്തുള്ളത്. അതില് പ്രധാനമായിട്ടും നമ്മൾ ഈ ഭോഗനാഥ മഹർഷി പഴനിമലയിൽ ഒരു മുരുക വിഗ്രഹം സ്ഥാപിച്ചു എന്ന് നമുക്കറിയാം അല്ലെ. ഈ ഭോഗനാഥനുമായി ബന്ധപ്പെട്ട് ഉള്ള ചില പുരാണ കഥകളില് അല്ലെങ്കിൽ ചില ഗുരുപരമ്പരാ സമ്പ്രദായത്തിൽ പറയുന്നത് ഭോഗനാഥൻ 3 വിഗ്രഹങ്ങൾ പണിതു എന്നാണ് പറയുക. അതായത് നവപാഷാണത്തിലുള്ള 3 വിഗ്രഹങ്ങൾ ഭോഗനാഥർ പണിതിട്ടുണ്ടെന്നും അതിൽ ഒരെണ്ണം പഴനിമലയിൽ വെച്ചുവെന്നും മറ്റൊരെണ്ണം ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ചതുരഗിരിയാണെന്നൊരു സങ്കല്പമുണ്ട്. പക്ഷെ അത് ചതുരഗിരിയിൽ എവിടെയാണെന്ന് അറിയില്ല. ചതുരഗിരിയിൽ ചിലര് പറയുന്നു ചതുരഗിരിയിൽ ഒരു ഭൂഗർഭ അറയുണ്ട്, അല്ലെങ്കിൽ അതിന്റെ അകത്തൊരു ജലാശയം പോലെയുണ്ട്. ആ ജലാശയത്തിനുള്ളില് ഭോഗനാഥൻ ഈ ഒരു നവപാഷാണത്തിന്റെ മറ്റൊരു വിഗ്രഹത്തെ, അത് മുരുക വിഗ്രഹം തന്നെയാണോ ഇനി ശിവലിംഗമാണോ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ മുരുക വിഗ്രഹം പഴനിമലയിൽ വച്ച അതേ ശക്തി ചൈതന്യങ്ങളുള്ള ഈ നവപാഷാണ കൂട്ടിലുള്ള പ്രത്യേക ഇത് ഒരെണ്ണം ചതുരഗിരിയിൽ അദ്ദേഹം വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരെണ്ണത്തെ കൂടി പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കാര്യങ്ങൾ അജ്ഞാതമാണ്. അത് ചിലരുടെ ഇതനുസരിച്ച് പഴനിമലയിൽ തന്നെ അവിടെയുള്ള ഒരു പഴനിമലയ്ക്ക് താഴെയുള്ള ഒരു നിഗൂഢമായിട്ടുള്ള ഒരു ഗുഹയില് ഈ മറ്റൊരു വിഗ്രഹം അദ്ദേഹം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് അത് മുരുക വിഗ്രഹമാണോ ഇത് കണ്ടന്മാർക്കിടെ ശിവലിംഗമാണോ നമുക്കറിയില്ല. അതെ 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 അല്ല അതില് സൂചിപ്പിക്കണായിട്ട് അങ്ങനെ കേട്ടിട്ടുണ്ട്. ആ പുസ്തകം വായിച്ചപ്പോ അതില് അങ്ങനെ കേട്ടിട്ടുണ്ട് എല്ലന്മാർക്കയുടെ ഇതായിട്ട്. അല്ല പിന്നീടുള്ള ഇതൊന്നും പിന്നെ വ്യക്തമല്ല. ആ പഴനിയിലുള്ള അല്ലാണ്ട് ബാക്കിയൊന്നും വ്യക്തമല്ല എന്നാണ് അറിഞ്ഞത്. അപ്പൊ പിന്നെ ചതുരഗിരിയിലെ ഇപ്പം ഗുരുജി പറഞ്ഞ കാര്യം ഞാൻ അന്വേഷിച്ചിട്ടില്ല. അത് എനിക്ക് അത്ര അറിയില്ലായിരുന്നു. അപ്പൊ അത് ഇനിയിപ്പോ അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഗൂഢമായിട്ട് വനത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവാനാണ് സാധ്യത. നിലവില് നമ്മൾ അറിയുന്ന അവിടുത്തെ ആ ശിവലിംഗം സുന്ദര മഹാലിംഗം എന്ന് പറയുന്നത് സുന്ദരാനന്ദര സിദ്ധർക്ക് അഗസ്ത്യര് കൊടുത്തതായിരുന്നു എന്നുള്ള ഒരു അറിവാണ്. അങ്ങനത്തെ ഉപാസിച്ചതാണ് അവിടെ പറഞ്ഞത്. പിന്നെ മറ്റേതുള്ള സന്താന മഹാലിംഗം എന്നുള്ള ശിവലിംഗമാണ്. നമ്മൾ പറഞ്ഞ പാർവതി ശിവനായിട്ട് അർദ്ധനാരീശ്വര ഇതിലോട്ട് ചേർന്നിരിക്കുന്ന ഇതാണ് നിലവില് ഉള്ള അറിവ്. ഇപ്പൊ അതിനെക്കുറിച്ച് അത്ര വ്യക്തമല്ല ഇപ്പൊ ഗുരുജി ചോദിച്ചതിനെ കുറിച്ച്. അതെ, അതെ. അല്ല, ഇപ്പൊ നമ്മൾ ഈ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഇപ്പൊ നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം ഒരുപാട് തീർത്ഥാടനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് തീർത്ഥാടനങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. മൂകാംബിക, കുടജാദ്രി, മരുത്വാൾ മല, കന്യാകുമാരി, തഞ്ചാവൂര്, അങ്ങനെ വിവിധ തരത്തിലുള്ള ക്ഷേത്രങ്ങളില് തീർത്ഥ സ്നാനങ്ങള്, ഇത്തരത്തിലുള്ള മലയുടെ മുകളില് ഒക്കെ ഉള്ള കേന്ദ്രങ്ങളിൽ, പുണ്യകേന്ദ്രങ്ങളിൽ നമ്മൾ തീർത്ഥാടനങ്ങൾ നടത്താറുണ്ട്. ഇപ്പൊ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിന്റെ തീർത്ഥാടനങ്ങളിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ നമ്മളുടെ ഉപാസകരായിട്ടുള്ളവരാണ്. അപ്പൊ ഇവരൊക്കെ കഴിഞ്ഞ തീർത്ഥാടനങ്ങളിൽ നമ്മൾ കോയമ്പത്തൂര് ഈഷ ടെമ്പിൾ ഉണ്ട്, ആദിയോഗി ടെമ്പിളില് നമ്മൾ പോയിട്ടുണ്ട്. അവിടെയൊക്കെ അവരിരുന്ന് ഉപാസന ചെയ്യുമ്പോൾ വളരെ വലിയ ഒരു ശക്തി ചൈതന്യമാണ് ഓരോ സ്ഥലത്തു നിന്നും അവർക്ക് ആർജിക്കാൻ കഴിയുന്നത്. അതായത് പ്രപഞ്ചത്തിൽ തന്നെ ഒരു നിയമമുണ്ട്, സമാനമായത് തമ്മിൽ ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് നിയമം. നമ്മൾ അടിച്ചു പൊളിച്ചൊരു ടൂറ് പോകുന്ന പോലെയല്ല യഥാർത്ഥത്തില്. ഇന്ന് നമ്മൾ അങ്ങനെയാണ് പലരും പോകുന്നത്. എന്താണ് തീർത്ഥാടനം എന്ന് നമുക്കറിയില്ല, അതെങ്ങനെ തീർത്ഥാടനം ആചരിക്കണമെന്നറിയില്ല. നമ്മൾ പോകുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളുടെ, ക്ഷേത്രങ്ങളുടെ, അല്ലെങ്കിൽ നദീതീരങ്ങളിലുള്ള പുണ്യസങ്കേതങ്ങളുടെ, മലമുകളിലുള്ള ഇത്തരത്തിലുള്ള ഗൂഢ സ്ഥലങ്ങളുടെ അതിന്റെ ഐതിഹ്യം അറിയില്ല, അവിടുത്തെ സങ്കല്പം അറിയില്ല. നമ്മൾ സാധാരണ അടിച്ചു പൊളിച്ച് നമ്മൾ പോകുന്നു. ഒരു വ്രതം എടുക്കാതെയോ ഒരു സാത്വിക ഭക്ഷണമില്ലാതെയോ ഒരിക്കലും തീർത്ഥാടനങ്ങൾക്ക് പോകരുതെന്നാണ് പറയുക. ഇപ്പൊ നമ്മള് ശബരിമലയിൽ പോകുന്നവർക്കറിയാം, 41 ദിവസമൊക്കെ വ്രതം എടുക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും വ്രതം എടുത്തിട്ടാണ് പോവുക. അതായത് ശരീരശുദ്ധി, മനഃശുദ്ധി തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മളുടെ പല തീർത്ഥാടനങ്ങൾ നമ്മൾ നടത്തുമ്പോഴും നമ്മളുടെ ഉപാസകരായിട്ടുള്ളവരും, ഇനി അതല്ല പുതുതായിട്ട് പോലും വരുന്നവര് പറയാറുള്ളത് വളരെ വലിയൊരു എനർജി ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയും അധികം സാധകന്മാർ ഒരുമിച്ച് ഒരേ മനസ്സോടെ നമ്മൾ മന്ത്രങ്ങൾ ജപിപ്പിച്ച്
അതേപോലെ പോകുന്ന സ്ഥലങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിച്ചുകൊണ്ട് അവിടുത്തെ ചരിത്രത്തെ പറ്റി, അവിടെ ചെയ്യേണ്ട ഉപാസനകളെ പറ്റി പഠിപ്പിച്ചിട്ടാണ് പോകുക. അപ്പൊ ഈ പലരും ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ചതുരഗിരിയിലേക്കുള്ളൊരു യാത്ര പലരും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഈ രാഹുല് പറഞ്ഞതനുസരിച്ച് ഒരുവിധം ആരോഗ്യമില്ലാത്ത, അല്ലെങ്കിൽ ഈ കുറച്ച് ഒരു കായബലവും മനധൈര്യവും ഒക്കെ ഉള്ള ഒരാൾക്കാണ് യഥാർത്ഥത്തിൽ ചതുരഗിരി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുക. ഈ രാഹുല് യാത്ര ചെയ്ത് ചതുരഗിരിയില് ചെന്ന സമയത്ത്, അതായത് മലയുടെ മുകളില് അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ ഇറങ്ങുന്ന സമയത്ത്, നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള എത്ര പുണ്യപുരുഷന്മാരെ, അല്ലെങ്കിൽ യോഗികളായിരിക്കുന്നവരെ, അവധൂതന്മാരായിരിക്കുന്നവരെ, മുനിമാരായിരിക്കുന്ന അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണാൻ പറ്റുമോ? അവരെ പറ്റിയുള്ള എന്തെങ്കിലും ചരിത്രങ്ങളോ സംഭവങ്ങളോ ഒന്ന് നമ്മളുടെ ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാം. ചതുരഗിരി മല കയറുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്തൊന്നും അങ്ങനെ ഉള്ളവരെ, സാധുക്കളെയൊന്നും അങ്ങനെ അവിടെ ആയിട്ട് ഇരിക്കുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ചെന്ന ദിവസം എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ ലാസ്റ്റ് അതാ വാവിനോട് സംബന്ധിച്ചുള്ള ആ സമയമാണ്. അപ്പം ആളുകൾ അത്യാവശ്യം കയറുന്നതായിട്ടുള്ള ഒരു സമയമാണ്, അത്യാവശ്യം ആൾക്കൂടെ ഉള്ള ഒരു സമയമായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും അവിടെ കാണാൻ സാധിച്ചില്ല. പിന്നെ ആ മലയുടെ മുകളിലാണ് അവിടെ കുറച്ച് പേര്, അതായത് ചന്ദ്രഗിരി മലയുടെ മുകളിൽ ശിവലിംഗം ഇരിക്കുന്ന സ്ഥാനത്ത് കുറച്ച് സന്യാസി ശ്രേഷ്ഠന്മാര് സ്ഥിരം താമസിക്കുന്നുണ്ട്. അവരെ അവിടെ താമസിക്കണല്ലോ, വേറെ ആരെയും അവിടെ പാർപ്പിക്കില്ല. പിന്നെ നമ്മളിങ്ങനെ ആൾക്കൂട്ടവും തിരക്കും ആ ഒരു സമയം ആയതുകൊണ്ട് കുറച്ച് ശാന്തമായിട്ട് നമ്മളിങ്ങനെ ഒരു തരത്തിലുള്ള യാത്രയാണെന്നൊക്കെ അറിഞ്ഞ് അവരോടായിട്ടൊരു കണക്ഷൻ വന്നാൽ ഒരു പക്ഷെ അവര് നമ്മൾ അവിടെ കൂടിക്കോളൂ എന്നൊക്കെ പറയും. ചിലപ്പം 2 ദിവസമൊക്കെ നമുക്ക് അവിടെ അങ്ങനെ ആ ഒരു തരത്തിലുള്ളവരെ അവര് സെലക്ട് ചെയ്യും, അറിയില്ല നമുക്ക്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കാം. പക്ഷെ അല്ലാണ്ട് നിലവില് വേറെ ആരെയും അങ്ങനെ പുറമെ കണ്ടില്ല. ഗുഹകളിലെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. നിലവില് അനവധി ഗുഹകള് ആ ഭാഗത്ത് മുമ്പ് പറഞ്ഞ പോലെ ഗോരഖ് സിദ്ധരുടെ ഗുഹ അവിടെ ഉണ്ട്. അതുപോലെ അനവധി സിദ്ധന്മാരുടെ, ശരിക്കും ഈ സിദ്ധന്മാരുടെ എല്ലാവരുടെയും ഈ മലകളിലെ തമിഴ് ദേശത്തുള്ള ഈ പർവ്വതങ്ങളിൽ എല്ലാ സിദ്ധന്മാരുടെയും സാന്നിധ്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ ഗുഹകളിലുണ്ടാവും, പുറമേ കണ്ടില്ല. പുറമേ ഇങ്ങനെ നമ്മൾ കയറുമ്പോ ഈ ചില സ്ഥലങ്ങളിൽ നാരങ്ങ വെള്ളം ആയിട്ട് വിൽക്കാനായിട്ട് ചിലർ ഇരിപ്പുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ, വെള്ളം കൊടുക്കാനൊക്കെ ഉള്ളവരൊക്കെ ഇരിക്കുന്നുണ്ടാവും. വെള്ളം ചിലർക്ക് നമുക്ക് പോകുന്നവർക്ക് ദാഹിക്കുമ്പോൾ കൊടുക്കാനുണ്ടാവും എന്നല്ലാണ്ട് വേറെ ഒന്നും അവിടെ അങ്ങനെ കണ്ടില്ല. അല്ല, പല സിദ്ധന്മാരെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. ഇല്ല കാരണം ഇല്ല. ഈ നമ്മൾ ആത്മീയമായി എത്രത്തോളം പരിപക്വമായി നമ്മളൊരു ആത്മ ഉപാസന ചെയ്യുക. കാരണം സിദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കാണുക എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഒരു കാണലല്ല. അവന്റെ ആന്തരിക പ്രകൃതിയെയും അവന്റെ സൂക്ഷ്മ ശരീരത്തെയും അവന്റെ ചിന്താധാരകളെ പോലും ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരാണ് സിദ്ധന്മാരെന്ന് പറയുന്നത്. വളരെ പ്രശസ്തനായ എഴുത്തുകാരനായ പോൾ ബ്രണ്ടൻ നമ്മളെ ഭാരതത്തെ പറ്റി അറിഞ്ഞ് ഭാരതത്തെ പറ്റിയുള്ള ഗുരുക്കന്മാരെ അന്വേഷിക്കാനായിട്ട് അദ്ദേഹം ഭാരതത്തിലെത്തി. അദ്ദേഹം ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് പോൾ ബ്രണ്ടനെ ഒരാൾ തട്ടി, താങ്കളുടെ പേര് പോൾ ബ്രണ്ടൻ എന്നല്ലേ, തട്ടി വിളിച്ചു. അപ്പൊ നോക്കുമ്പോ ജടാവൽക്കലങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള ഒരാള്. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു, എന്നെ പറ്റി ഇയാൾക്ക് എങ്ങനെ അറിയാം? കാരണം ഞാൻ ഭാരതത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ട്രെയിൻ വന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ കണ്ട ഒരാൾ വന്ന് തട്ടി വിളിക്കുന്നു, താങ്കൾ പോൾ ബ്രണ്ടൻ അല്ല. ഞാൻ ആരെയും ഏർപ്പെടുത്തിയിട്ടില്ല വിളിക്കാൻ. പക്ഷെ ചോദിക്കുന്നു, താങ്കളുടെ പേര് പോൾ ബ്രണ്ടൻ എന്നാണ്, താങ്കൾ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, താങ്കളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, താങ്കൾ ഇവിടെ വന്നിരിക്കുന്നത് ഭാരതീയ ഗുരുവര്യന്മാരെ പറ്റി, ഋഷിവര്യന്മാരെ പറ്റി പഠിക്കാനാണ്. താങ്കളുടെ മിഷൻ, താങ്കളുടെ ലക്ഷ്യം വളരെ ശ്രേഷ്ഠമാണ്, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹത്തെ ആ ഒരു വൽക്കലധാരിയായിരിക്കുന്ന ഒരാൾ അനുഗ്രഹിച്ചു. പോൾ ബ്രണ്ടൻ അടുത്ത ഘട്ടം തിരിഞ്ഞു നോക്കിയപ്പോൾ ഇദ്ദേഹത്തെ കാണുന്നില്ല. അപ്പൊ ശേഷം പോൾ ബ്രണ്ടൻ ഒരുപാട് പുസ്തകങ്ങള് ഭാരതത്തിലെ യോഗിവര്യന്മാരെ ഗുഹകളില് ഒക്കെ അവരെ പോയി സന്ദർശിച്ച് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മളുടെ ഉദ്ദേശം എന്താണ്? ഈ തീർത്ഥാടനങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്ത് ഉദ്ദേശത്തിനാണ് നമ്മൾ പോകുന്നത്? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ചതുരഗിരിയിലേക്ക് ട്രക്കിംഗ് നടത്തുക, അടിച്ചു പൊളിക്കുക, അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സ്ഥലമാണ്, അവിടെ മദ്യപിക്കാൻ പറ്റിയ സ്ഥലമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അടിച്ചുപൊളി ഇന്നത്തെ അത്യന്താധുനിക മനുഷ്യന്റെ ഒരു ഇതിൽ പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള സിദ്ധന്മാരെയോ മറ്റൊന്നും തന്നെ കാണാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ സ്പിരിച്വൽ വൈബ്രേഷൻ ഉള്ള സ്ഥലങ്ങളില് അങ്ങനെയുള്ള ചില കാര്യങ്ങളോടുകൂടി പോയാൽ പ്രകൃതി തിരിച്ചടിക്കും. ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം, ഹിമാലയത്തിൽ വലിയൊരു പ്രളയം ഉണ്ടാവുകയും ഒരുപാട് സ്ഥലങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അത് മുന്നേ അവിടുത്തെ യോഗികള് മുൻകൂട്ടി പറഞ്ഞിരുന്നു, ഹിമാലയത്തിൽ ഒഴുകുന്ന നദികളുടെ
നദികൾക്ക് കുറുകെ അണ കെട്ടരുത്, നദികളുടെ സ്വാഭാവികമായ ഒഴുക്ക് നിങ്ങൾ നീരസപ്പെടുത്തരുത്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ പവിത്രമായ സ്ഥലങ്ങള് ടൂറിസ്റ്റുകൾക്കായിട്ട്, അതായത് അടിച്ചുപൊളി മദ്യപാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വരുന്നവർക്ക് വേണ്ടി തുറന്നു കൊടുക്കരുതെന്ന് അവിടുത്തെ ഭരണാധികാരികളോട് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അവര് കേട്ടില്ല. ഈ ഈ തുണി പോലും ഉടുക്കാത്ത ഈ മഞ്ഞിൽ നടക്കുന്ന ഇവര് പറയുന്നത് ഞങ്ങൾ എന്തിന് കേൾക്കണം എന്നാണ് അവർ ചിന്തിച്ചത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ പ്രകൃതി തന്നെ വലിയൊരു പ്രളയം ഉണ്ടാക്കി അവിടെ ബാലൻസ് ചെയ്തു. കെട്ടിയ അണകളെല്ലാം നദികളിൽ നിന്ന് പൊട്ടിപ്പോയി. പണിത 5 സ്റ്റാർ ഹോട്ടലിന് ഇട്ടത് പോലും തകർന്നു പോയി എന്നാണ് പറയാ. അപ്പൊ ഇത്തരത്തിലുള്ള ചില കേന്ദ്രങ്ങളെ നമ്മൾ പറയാറില്ല, ഹിമാലയത്തിലേക്ക് നമ്മൾ പോകുമ്പോ പവിത്രമായ മനസ്സും, അല്ലെ, പവിത്രവും പരിശുദ്ധവുമായ മനസ്സും സദാ ഓം നമ ശിവായ പഞ്ചാക്ഷരി ജപിക്കുന്ന ചുണ്ടുകളുമായി മാത്രമേ നമുക്ക് ആ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലാവൂ. അല്ല ഞാൻ ധനവാനാണെന്നോ എന്റെ കയ്യിൽ ഇത്രയും കാശുണ്ടോന്നൊന്നും പറഞ്ഞ് അഹങ്കാരത്തോടു കൂടി ഗർവോടുകൂടി ചെന്നാൽ ആ ഹിമവാൻ നമ്മളുടെ ഗർവ് ഒടിക്കും എന്നുള്ളതാണ്. അല്ല ഇപ്പൊ രാഹുൽ ഒരുപാട് ഹിമാലയൻ യാത്രകളും ഇതോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. നമ്മൾ ഗോമുഖ് തുടങ്ങിയിരിക്കുന്ന യാത്രകളെയൊക്കെ പറ്റി നമ്മൾ മുന്നേ ഉള്ള ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ശരിക്കും ഈ തീർത്ഥാടനത്തിന് ഒരുങ്ങുന്ന ആൾക്കാരോട് എങ്ങനെ നമുക്ക് ഇത്തരത്തിൽ തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ എന്താണ്, ഏത് രീതിയിൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ആവണം, എങ്ങനെയാണ് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക ഒരു തീർത്ഥാടനത്തിന് ഒരുങ്ങുന്നവരോട്? തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ഈ ആദ്യം തീർത്ഥാടനം എന്താണെന്നുള്ളത് നമ്മളൊന്ന് തീർത്ഥാടനം തീർത്ഥാടനം അത് കഴിയുമ്പോഴേ അറിയുള്ളൂ തീർത്ഥാടനം ആയിരുന്നോ അല്ലയോ എന്നുള്ളത്. അപ്പൊ ഈ ഇതില് കുറുവന്തി തീർത്ഥാനി എന്ന് പറയുന്നുണ്ട്. ഈ തീർത്ഥസ്ഥലങ്ങള് ഈ സാധുക്കളുടെ സ്പർശം കൊണ്ടാണ് അതെല്ലാം തീർത്ഥസ്ഥലങ്ങളായി മാറുന്നത് എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പക്ഷെ നിലവിൽ ഇപ്പോഴും ഒരു ഫ്രെയിമിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് പലതിനെയും. അതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് മറികടക്കാൻ സാധിക്കണില്ല. പലരും സങ്കല്പിച്ചിരിക്കുന്നത് ക്ഷേത്രം സന്ദർശിക്കുന്നത് മാത്രമാണ് തീർത്ഥാടനം എന്നുള്ളതാണ്. അപ്പം അവരുടെ ഉപാസനാ ബലമാണ് ആ ക്ഷേത്രം, അവരുടെ ഉപാസനാ ശക്തി കൊണ്ടുള്ള അതാണ്. അതവിടെ നല്ല ഊർജം ഉണ്ടാവും. അപ്പൊ അതിനോടൊപ്പം തന്നെ അതുപോലുള്ള അനവധി സാധുക്കള് ആ പരിസരത്തുണ്ടാവും ഇങ്ങനെയുള്ള തീർത്ഥസ്ഥലങ്ങളിൽ. അപ്പൊ അവരോടൊക്കെയുള്ള ഒരു സംഘം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു യാത്ര, അതൊക്കെ തീർത്ഥയാത്ര ആയിരിക്കും. പിന്നെ ഇവര് കുളിക്കുന്നത് കൊണ്ട്, ഇവര് സ്നാനം ചെയ്യുന്നത് കൊണ്ട് ഗംഗ അടങ്ങുന്ന നദികള് തീർത്ഥനദികളായി മാറടി. ഭാഗീരഥൻ പണ്ട് തപസ് ചെയ്തപ്പോ ഗംഗയെ ഭൂമിയിലോട്ട് വരുത്തി മഹാദേവന്റെ ജടയില് ധരിച്ച്, അല്ലെങ്കിൽ എനിക്ക് എന്റെ ശക്തി ഭൂമിദേവിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗംഗ പറഞ്ഞ് ഒടുവില് മഹാദേവൻ ഗംഗയെ ധരിച്ച് ഇത് വരുമ്പോൾ ഭാഗീരഥൻ പറയണുണ്ട്, ആ അമ്മയിൽ പല സാധുക്കളും മുനിമാരും സ്നാനം ചെയ്യും, അങ്ങ് അമ്മ തീർത്ഥനദിയായിട്ട് മാറും എന്ന സമ്മതത്തോടെയാണ് ഗംഗ വരുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ നദികളും ഈ സ്ഥലങ്ങളും എല്ലാം ഇവരുടെ സാന്നിധ്യം കൊണ്ടാണ് തീർത്ഥസ്ഥലങ്ങളായി മാറുന്നത്. അപ്പം നമ്മള് ആ ഒരു താല്പര്യത്തോടെ, ആ ഒരു അന്വേഷണ തുരയോടെ, അപ്പം അതിനെ മാനസികമായിട്ട് നമ്മള് ജീവിതത്തിലുള്ളൊരു ചിട്ടയും അതിലോട്ട് എത്താനുള്ള ഒരു പാകതയും കൂടെ നമ്മളൊന്ന് അതിലൂടെ നമ്മൾ തീർത്ഥയാത്രകൾ നടത്തുമ്പോഴായിരിക്കും അതിനു മുമ്പ് പോയിരുന്ന അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ഇതിന് ശേഷം ഈ ചെറിയൊരു മാറ്റം വന്നതിന് ശേഷം പോകുമ്പോഴായിരിക്കും അത് ചിലപ്പോൾ ഒരു തീർത്ഥയാത്രയായി മാറുക. അപ്പൊ അതിനു മുമ്പ് അത് നമുക്ക് ഒരു ദിവസം തയ്യാറെടുക്കാൻ അങ്ങനെ പറ്റണ ഒരു ഇതാവില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ അന്വേഷണത്തിന്റെയും നമ്മുടെ ആ ഒരു കർമ്മത്തിന്റെയും ഒരു തലത്തിൽ നിന്നായിരിക്കും നമുക്ക് അതിലോട്ട് വരാൻ സാധിക്കുക. എന്നാലും പക്ഷെ അങ്ങനെ എല്ലാവർക്കും സാധിക്കില്ലെങ്കിൽ, അങ്ങനെ ഒരു ചിന്തയിലോട്ട് എല്ലാവരും ചെല്ലില്ലെങ്കിലും ആരെങ്കിലും ഒരാള് പറഞ്ഞു തരുമായിരിക്കും, ചിലപ്പോൾ ഒരാൾ കൊണ്ടുപോകുമായിരിക്കും. അപ്പം അവരുടെ അനുഭവങ്ങൾ അവരങ്ങനെ കൊണ്ടുപോകണ ഒരു ഇതാണ്, അനുഭവത്തിലൂടെ അവരുടെ കൂടെയാണ് പോകുന്നതെങ്കിൽ അവര് പറയുന്നതിനെ നമ്മൾ മാനിക്കുക. അവരെന്താണ് അതിന്റെ വേണ്ട നിഷ്ഠകൾ ചിലപ്പോൾ പറയണുണ്ടാവും. ഇപ്പം ഒരു ബിസിനസ് തരത്തിലല്ലാണ്ട് കൊണ്ടുപോകുന്നവരാണെങ്കിൽ അപ്പം ആ തരത്തില് അതിനെന്താണെന്നുള്ള അനുഭവങ്ങൾ കൊണ്ടായിരിക്കും അവരോട് പറയുക. ഓരോ കാര്യത്തിനെയും അതിനെ അതുപോലെ തന്നെ മാനിച്ചുകൊണ്ട് നമ്മൾ തീർത്ഥയാത്രകൾ നടത്തുമ്പോഴേ അതൊരു ഇതായി മാറുള്ളൂ എന്നാണ് വിചാരം. ഓരോ സ്ഥലങ്ങളും വളരെ കറക്റ്റ് ആണ്. അതെ അതെ. ഇപ്പൊ ആരൊക്കെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പം ഈ പ്രത്യേകിച്ച് ഹിമാലയ പോലുള്ള യാത്രകള്, ഹിമാലയത്തിലൊക്കെ ഇപ്പം ഈ കേദാർനാഥ് അടങ്ങണ ഇടങ്ങള്, പ്രത്യേകിച്ച് കേദാർനാഥിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ചതുർധാമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യാഭർത്താക്കന്മാർ ഏറ്റവും ആദ്യം യാത്ര പോകുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട്.
ആ കേദാർനാഥ് അല്ല. അപ്പം അവിടെ അതുപോലെ ആ തിരക്ക് വന്നു, അതുപോലെ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് അവിടെ. അപ്പൊ ഇവര് ഹിമാലയം എന്ന് കേൾക്കുമ്പോൾ ആ ഒരു ഹിമാലയം എന്നുള്ള ഒരു ഇതിലൂടെ അങ്ങ് ചാടി അവർ പുറപ്പെടുകയാണ്. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് കുറച്ചു നാൾ മുമ്പ് ഒരു സിനിമ, ഹിന്ദിയിൽ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു, കേദാർനാഥ് എന്ന് പറഞ്ഞു. അതും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ടുള്ള തിരക്കുകൾ ഇപ്പം വല്ലാണ്ട്, നമ്മൾ ഇവിടുന്നല്ല അങ്ങ് നോർത്ത് ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ളവര് അങ്ങോട്ട് ആ ഒരു തരത്തിലുള്ള ട്രിപ്പ് നടത്തുകയാണ്. കേരളത്തിലേക്കാളും കൂടുതൽ പല സ്ഥലങ്ങളിൽ നിന്ന് നോർത്തിൽ നിന്നൊക്കെ കാണാം അത്തരത്തിലുള്ള ട്രിപ്പുകൾ അങ്ങോട്ട് നടത്തുന്നത്. അപ്പൊ നമ്മളെ നായായിട്ടും പല പല പക്ഷികളായിട്ടും ഈ മനുഷ്യരായിട്ടും സാധുക്കളായിട്ടും ഒക്കെ നമ്മളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ യാത്രയിലും പലരും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ അവര് പ്രത്യേകിച്ച് ഹിമാലയത്തിലുള്ള സാധുക്കള് യോഗിമാർ അവര് പറയുന്നത് ഈ അങ്ങനെ ഒരു ഇതാക്കിയിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇത് തപോഭൂമിയാണ്. ഇപ്പൊ ഇവിടെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഭൂമി അത് മണ്ണിടിഞ്ഞു വീഴും, ലാൻഡ് സ്ലൈഡിങ്ങുകൾ ഉണ്ടാവും. ഹിമാലയത്തിന്റെ ഒരു പ്രത്യേകത അതാണ് എന്ന് പുരാണങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. ഓരോരോ ഈ വിഭൂതി വർണ്ണരയില് ഈ ഓരോ സ്ഥാനങ്ങള് ഉദ്ധവന് കൃഷ്ണൻ കാണിച്ചു കൊടുക്കുമ്പോ ഈ പക്ഷികൾ എല്ലാറ്റിനെയും ആ ഒരു ഒന്നിനെ കാണാൻ സാധിക്കാണ്ട് വരുമ്പോൾ ഓരോന്നിലും ഈശ്വരന്റെ സ്ഥാനം നമുക്ക് പ്രത്യേകമായിട്ടാണ് കാണും. ഇപ്പൊ എല്ലാ വൃക്ഷങ്ങളും ചെടികളും ഉള്ളത് ഈ ഒരു ഒന്നാണെങ്കിലും, പക്ഷെ നമ്മൾ ആൽവൃക്ഷത്തിനെയാണ് മഹത്വം കൂടുതലായിട്ട് കാണുക, മറ്റ് വൃക്ഷങ്ങളും അപ്പൊ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കണ്ട, എന്നാൽ അതിനെ ഞാനായിട്ട് കണ്ടോളൂ. അത് കണ്ട് എല്ലാം ഞാനാവും എന്ന് പറയണ പോലെ ആ സ്ഥാനത്ത് എത്തിപ്പെടാൻ അല്ലെങ്കിൽ തങ്ങാൻ മനുഷ്യവാസത്തിന് യോഗ്യമല്ലാത്തതായിട്ടുള്ള മലനിരകളിൽ ഞാൻ ഹിമാലയമാണ് എന്ന് പറയുന്നുണ്ട്. ഗഹനാനാം ഹിമാലയ. അപ്പം അങ്ങനെയുള്ള സ്ഥലമാണെന്ന് അതിലേ പറയണുണ്ട്. അപ്പം അത് അങ്ങനെയുള്ളവർക്ക് അവര് സ്വീകരിക്കും, അങ്ങനെയുള്ളവരെ. അപ്പൊ ആ തരത്തിലുള്ള അന്വേഷണമോ അപ്പൊ അതുകൊണ്ട് പരമാവധി അല്ലാണ്ടുള്ളവരെ ഈ ഗൂഢമായിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മള് ആ ഒരു തരത്തിലോട്ട് പോവാണ്ട് ഇരിക്കുക എന്നുള്ളൂ ഹിമാലയത്തിൻ്റെത്. എന്നാലും നമുക്ക് ഇന്ന് സൗകര്യങ്ങൾ ഗവൺമെന്റ് എല്ലാം ഒരുക്കി തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട തരത്തിലുള്ള സൗകര്യങ്ങൾ കാലം പോണതനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പരമാവധി അതിനെ ആ വ്രതത്തോട് കൂടിയിട്ട്, ആ ശുദ്ധിയോട് കൂടിയിട്ട്, ആ ഒരു മനസങ്കല്പ ആവാതെ പോവാതിരിക്കുക. അതിനൊന്നും ധൃതി വെക്കണ്ട. അവിടെ അതിലും ഭൗതിക സുഖങ്ങളാണെങ്കിൽ അതിലും കേവലമായിട്ട് എത്രയോ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കിടക്കണം, നമ്മുടെ മറ്റു പല രാജ്യങ്ങളിലും കിടക്കുന്നു. കുറച്ചുകൂടെ പൈസ കൂട്ടി വെച്ചാൽ പല രാജ്യങ്ങളിലും പോയി യാത്ര ചെയ്യാം. അപ്പൊ ഇവിടെ അതല്ല ഊർജം അല്ല, അത് വളരെ കറക്റ്റ് ആണ്. ഇപ്പോ നമ്മൾ ഈ പോൾ ബ്രണ്ടന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഭാരതത്തെ പറ്റി കേട്ട്, അല്ലെങ്കിൽ ഭാരതം എന്നുള്ളത് വിദേശികൾ കാണുന്നത് ഒരു ആധ്യാത്മികതയുടെ വളരെ വലിയൊരു വിളനിലയമായിട്ടാണ് കാണുക. ഇപ്പൊ നമ്മൾ ഭാരത ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ ഉൾപ്പെടെയുള്ള നടത്തിയ പ്രസംഗങ്ങളിൽ, സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് അമേരിക്കക്കാരെ ഭാരതീയരെ പറ്റി പറഞ്ഞിരുന്നത് ഇവര് ബ്ലാക്ക് മാജിക്കിന്റെ ആൾക്കാരാണ്, ദുർമന്ത്രവാദത്തിന്റെ ആൾക്കാരാണെന്നാണ് പൊതുവെ അന്ന് ഉണ്ടായിരുന്ന അമേരിക്കൻസിന് ഭാരതത്തെ പറ്റിയുള്ള അറിവ്. ഇവിടുത്തെ വേദത്തെ കുറിച്ചോ വേദാന്ത ചിന്തയെ കുറിച്ചോ ഉപനിഷത്തുകളെ കുറിച്ചോ ഗുരുപരമ്പരാ സമ്പ്രദായത്തെ കുറിച്ചോ അവർക്ക് ആ ആധുനിക കാല അമേരിക്കൻസിന് അറിയില്ലായിരുന്നു. പക്ഷെ സ്വാമി വിവേകാനന്ദൻ എന്ന ആ ഒരു വ്യക്തി, അത് നമ്മളുടെ ഋഷിപരമ്പരകൾ ഗുരുപരമ്പരകൾ തെരഞ്ഞെടുത്ത ഒരു മഹാവ്യക്തി കൂടിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത്. അങ്ങനെ വിവേകാനന്ദൻ അവിടെ ചെന്ന് നടത്തിയ ആ ഒരു വിശ്വവിഖ്യാതമായിരിക്കുന്ന ഒരു പ്രസംഗം, അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന ഒരു ഒറ്റ അഭിസംബോധന കൊണ്ട് തന്നെ ആ വേദി ഒന്നടങ്കം എഴുന്നേറ്റ്. കാരണം അത്രയും അധികം ഊർജം നിറഞ്ഞതായിരുന്നു വിവേകാനന്ദന്റെ വാക്കുകൾ. വിവേകാനന്ദനോട് അതിനെപ്പറ്റി പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ യഥാർത്ഥത്തിൽ സംസാരിച്ചത് ഞാനല്ല, എന്നിലൂടെ അതിപൗരാണികരായ ഭാരതീയ ഋഷിവര്യന്മാരുടെ എനർജിയാണ് പ്രവഹിച്ചത്. വിവേകാനന്ദൻ ഈ പ്രസംഗത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ധാരാളം പേർ അദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നു. അപ്പൊ അതില് ചിലർ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതുപോലെ ഒരു മഹാഗുരുവിനെ ഞാൻ കണ്ടിട്ടില്ല, ഇനി ഇതേപോലെ ഒരു ഗുരു ഉണ്ടാകില്ല എന്ന് പറഞ്ഞ വിവേകാനന്ദൻ തിരുത്തി. വിവേകാനന്ദൻ പറഞ്ഞൊരു കാര്യം, എന്നെ പോലെ ആയിരക്കണക്കിന് വിവേകാനന്ദന്മാരെ അവരുടെ ഒരു സങ്കല്പ ശക്തി കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്ന അനേകം ഋഷികൾ മഞ്ഞു മൂടിയ ഹിമാലയത്തിലെ ഗുഹകളിൽ ഒരു വസ്ത്രം പോലും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അവര് ഭൗതികമായ ഒന്നിനുമല്ല ആഗ്രഹിക്കുന്നത്, അവര് മനുഷ്യന്റെ ആത്മീയമായ പുരോഗതി, മനുഷ്യന്റെ ശാന്തി, സന്തോഷം, സമാധാനം, ആത്യന്തികമായ അവരെല്ലാം മഹാദേവനിലേക്ക്, ശിവനിലേക്ക് എത്തിച്ചേരണമെന്നുള്ളതാണ്. അപ്പോ വിവേകാനന്ദന്റെ ഒരു എളിമ നമ്മൾ കാണണം.
നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ അങ്ങാണ് മഹാഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഇന്നത്തെ പല സ്ഥലങ്ങളിലും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. ആധ്യാത്മികത ഏറ്റവും അധികം കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുക. പക്ഷെ വിവേകാനന്ദന്റെ ആ ഒരു ഔന്നിത്യം, ആ ഒരു താഴ്മ, ആ ഗുരുപരമ്പരകളോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തി, വിശ്വാസം, സമർപ്പണമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയാണ് പുറത്തേക്ക് വന്നത്. ഇതേപോലെ ആയിരക്കണക്കിന് വിവേകാനന്ദന്മാരെ ഒരു സങ്കല്പ ശക്തി കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്ന ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ ഗുഹകളിലിരിക്കുന്ന എന്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് വിവേകാനന്ദൻ ഉണ്ടായതെന്നുള്ളതാണ്. അപ്പൊ പോൾ ബ്രണ്ടൻ ഭാരതത്തെ കുറിച്ച് അറിഞ്ഞ് ഇവിടെ വന്നു. പോൾ ബ്രണ്ടനെ ഇറങ്ങിയ വഴി തന്നെ വലിയൊരു അനുഗ്രഹം കിട്ടി. സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിന്റെ ആ ഒരു ഔന്നിത്യം, ഭാരതത്തിന്റെ മഹത്വം, ഭാരതത്തിന്റെ യഥാർത്ഥ ആത്മീയതയെ കുറിച്ച് അമേരിക്കയിൽ പറഞ്ഞു. അതും ഗുരുക്കന്മാരുടെ വലിയൊരു മിഷനായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പം ഈ ആധ്യാത്മികത എന്ന് പറയുന്ന ഒരു ശക്തി, അല്ലെങ്കിൽ ആത്മീയതയുടെ ശക്തി എന്ന് പറഞ്ഞാൽ കാലം, ദേശം, വ്യക്തി ഇതിനെല്ലാം അപ്പുറമായി, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പോലും അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരെയും ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ യോഗശാസ്ത്രത്തെ പറ്റി പറയുമ്പോൾ പഠിക്കും, യോഗയ്ക്ക് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ലിംഗമില്ല, രാഷ്ട്രമില്ല എന്ന് നമ്മൾ പറയും. അപ്പം ഇത് വളരെ വലിയൊരു അനുഭവം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്വാമി വിവേകാനന്ദനിൽ ഉണ്ടായിരുന്നത് ആ ഭാരതീയ ഋഷിവര്യന്മാരുടെ, ഗുരുക്കന്മാരുടെ ആ ഒരു ശക്തിയും ചൈതന്യവും, ഒപ്പം അദ്ദേഹത്തിന്റെ ഉപാസനാ ബലവും ഉണ്ടായിരുന്നു. അതാണ് മെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായി വന്ന സ്വാമി വിവേകാനന്ദൻ, രാജയോഗത്തിന്റെ ഉന്നതമായ ക്രിയകൾ ചെയ്ത വിവേകാനന്ദൻ പ്യുവർ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം സ്പിരിച്വൽ എനർജി നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകള് ആ അമേരിക്കൻസ് അത് കേട്ടത്, ഭാരതത്തെ പറ്റി അറിഞ്ഞത്, ഭാരതത്തിന്റെ വേദത്തെക്കുറിച്ച്, വേദാന്തത്തെക്കുറിച്ച്, യോഗയെ പറ്റി അറിഞ്ഞത്. അങ്ങനെ പിന്നീട് അവർ ഭാരതത്തിന്റെ പിന്തുടർച്ചക്കാരായി. ഇന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഭാരതം ലോക ഗുരുവായി മാറും. ഭാരതം എന്ന് വിളിക്കുന്ന ഒരു തീവണ്ടി എഞ്ചിനാണ്. ആ തീവണ്ടി എഞ്ചിനിൽ കണക്ട് ചെയ്യപ്പെട്ട ബോഗികളാണ് മറ്റെല്ലാ രാഷ്ട്രങ്ങളും. ഈ എഞ്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആധ്യാത്മിക അനുഭൂതിയിലേക്ക്, മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മള് ഇപ്പോ ചതുരഗിരിയിലാണെങ്കിലും ഹിമാലയമാണെങ്കിലും ഏത് പ്രധാനപ്പെട്ട തീർത്ഥകേന്ദ്രമാണെങ്കിലും നമ്മൾ അവിടേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും ഒക്കെ വരുത്തി മിനിമം ഒരു 3 ദിവസമോ 5 ദിവസമോ വ്രതം സ്വീകരിച്ച് ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും വാക്കുകളിലൂടെ പറയുന്നതും കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ആ 3 ദിവസമെങ്കിലും നമ്മൾ നല്ല രീതിയിലാക്കി ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് ആ സ്ഥലത്തിന്റെ പ്രാധാന്യം അറിഞ്ഞ്. ഇപ്പൊ നമ്മള് മരുത്വാൾ മല തീർത്ഥാടനം നടത്തിയ സമയത്ത് ഈ മരുത്വാൾ മല നിസാര ഒരു മലയല്ല, ഭയങ്കര പാടാണ് മരുത്വാൾ മല കയറാനായിട്ട്. നാരായണ ഗുരുദേവന് പരമശിവ ദർശനമുണ്ടായ ഒരു സ്ഥലം കൂടിയാണ് മരുത്വാൾ മല എന്ന് പറയുന്നത്. നമ്മൾ ആ കഥ പഠിച്ചിട്ടുണ്ട് പണ്ട്. അല്ലെ, രാവണന്റെ ബാണമേറ്റ് വീണ സമയത്ത് അവരെ രക്ഷിക്കുവാൻ വേണ്ടി ഹനുമാൻ പോയി കൊണ്ടുവന്ന വ്രത സഞ്ജീവനി അല്ലെ, അത് ഉൾക്കൊള്ളുന്ന ഒരു മലയാണ് മരുത്വാൾ. അതിന്റെ ഒരു കഷ്ണം അടർന്നു വീണതാന്നൊക്കെയുള്ള ഒരുപാട് പുരാണ കഥകളുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ നാരായണ ഗുരു ഈ അവിടെയുള്ള പിള്ളത്തടം ഗുഹയിൽ വെച്ച് ഉപാസന ചെയ്ത സമയത്താണ് പരമശിവ ദർശനം അദ്ദേഹത്തിന് ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നിഗൂഢ യോഗികളുടെ സാന്നിധ്യമുള്ള ഒന്ന് തന്നെയാണ് ഈ മരുത്വാൾ മല എന്ന് പറയുന്നത്. നമുക്ക് അവിടെ പോയി ആ പിള്ളത്തടം ഗുഹയിലൊക്കെ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിന്റെ മുകളിൽ വളരെ വലിയൊരു ആഞ്ജനേയ വിഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, അന്ന് നമ്മൾ തീർത്ഥാടനം നടത്തുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ തീർത്ഥാടകർക്കും നമ്മൾ അതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് ചില ഉപാസനകൾ കൊടുത്തിരുന്നു. ആ ഉപാസനകളൊക്കെ ചെയ്ത് വ്രതമൊക്കെ സ്വീകരിച്ച് അവര് വന്നു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു വൈബ്രേഷൻ ആണ് അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞത്. നമ്മൾ അവിടെ ഇരുന്ന് ഒരുമിച്ചുള്ള പഞ്ചാക്ഷരി ജപം, മന്ത്രങ്ങള്, സ്തോത്രങ്ങള്, സൂക്തങ്ങളൊക്കെ ജപിച്ചു. അപ്പോ ആ രീതിയിൽ വേണം ഈ തീർത്ഥാടനത്തിന് ഒരുങ്ങുന്ന ഇത് കേൾക്കുന്നവർ, ഇത് കാണുന്നവർ ചിന്തിക്കേണ്ടത് ഒരു കാര്യം, നിങ്ങൾ എവിടേക്കാണോ തീർത്ഥാടനത്തിന് പോകുന്നത് ഒരു 3 ദിവസം 5 ദിവസം 7 ദിവസമെങ്കിലും വ്രതമെടുക്കുക. മനസാ വാച കർമ്മണ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ലതായിരിക്കുക. ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി വരുത്തുക. എങ്ങോട്ടാണോ പോകുന്നത് അവിടുത്തെ ദേവതയെ പറ്റി അറിഞ്ഞ് ആ മന്ത്രം കൃത്യമായി ഉപാസിക്കുക. അവിടെ നമ്മൾ ടൂർ പോലെയല്ല പോകേണ്ടത്, ഒരു ഭക്തിയോടെ, വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ പോകണം. പരമാവധി മൗനം ദീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈശ്വരന്റെ നാമങ്ങൾ സ്മരിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് ഉപാസനകൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അല്ലെ, ഈ ഒരു രീതി ഉപാസനാനിരതമായി വേണം നമ്മൾ ഈ ചതുരഗിരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ. അങ്ങനെ ചെയ്താൽ യഥാർത്ഥ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സമാനമായത് തമ്മിൽ ആകർഷിക്കപ്പെടും. അപ്പൊ അവിടെയുള്ള ഊർജം എന്ന് പറയുന്നത്, ഇപ്പൊ മരുത്വാൾ മലയിലെ ഊർജം എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളിച്ച് ഉള്ള ഒരു ഊർജ്ജമല്ല, അവിടെയുള്ളത് തപസ്വികളുടെ ഊർജ്ജമാണ്.
ഇപ്പൊ നമ്മൾ ഹിമാലയത്തെ പറ്റി പറഞ്ഞു. ഹിമാലയം തപോഭൂമിയാണ് ഹിമാലയം എന്ന് നമ്മൾ പറയും. അവിടെയുള്ളതും തപസ്വികളുടെ ഊർജമാണ്. അപ്പൊ നമ്മളുടെ ഹ്യൂമൻ വൈബ്രേഷൻ ആ തപസ്വികളുടെ വൈബ്രേഷനുമായിട്ട് കണക്ട് ചെയ്യപ്പെടണം. അതിന് നമ്മുടെ ഉള്ളിലെ ഷഡാധാര ചക്രങ്ങളും മനസ്സും ബോധവും പ്രാണനും കുണ്ഡലിനി ശക്തിയും ഉപാസനകളിലൂടെ പ്രപഞ്ച ചൈതന്യവുമായിട്ട് കണക്ട് ചെയ്യപ്പെടണം. അപ്പൊ അങ്ങനെ നമ്മൾ പോയി കഴിയുമ്പോഴാണ് യഥാർത്ഥ സ്പിരിച്വൽ എനർജി നമുക്കുണ്ടാകും. മാത്രമല്ല, ഈ ശരിയായ രീതിയിൽ വ്രതമെടുത്ത് മന്ത്രങ്ങൾ ജപിച്ച് ഉപാസന ചെയ്ത് ഈ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ജന്മങ്ങളിലെ കർമ്മദോഷങ്ങളും ദുരിതങ്ങളും നമ്മളറിയാതെ പോലും മാറും. ഇപ്പൊ ഒരു വിഗ്രഹം, അതിശക്തമായൊരു തീർത്ഥകേന്ദ്രം അല്ലെങ്കിൽ ഒരു മല, അതിനെ നമ്മൾ വന്ദിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിരുന്ന് പ്രാണായാമം ചെയ്താൽ, ഉപാസന ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് നെഗറ്റീവ് എനർജികൾ അത് ആകർഷിച്ചെടുത്ത് നമ്മളെ ശുദ്ധീകരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പൂർവ്വജന്മ കൃതം പാപം വ്യാധി രൂപേണ ജായതേ. അനേക ജന്മങ്ങളിൽ മനസാ വാച കർമ്മണ ചെയ്ത തെറ്റുകളുടെ പാപങ്ങളുടെ അജ്ഞാനത്തിന്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ പല വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അത് ശരീര ദുഃഖങ്ങളും മാനസിക ദുഃഖങ്ങളും വ്യാധികളും ഒക്കെ എല്ലാത്തിനും വലിയ പൂർവ്വജന്മം വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് പറയും. അപ്പോ നിത്യ ഉപാസന ചെയ്യുന്ന ഒരു ഉപാസകൻ ഇത്തരത്തിലുള്ള വളരെ വലിയ എനർജി ഫീൽഡുകളിലേക്ക് ചെന്ന് കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഉപാസന ചെയ്താൽ വളരെ വേഗത്തിലുള്ള പ്യൂരിഫിക്കേഷൻ, ചക്ര പ്യൂരിഫിക്കേഷൻ, ജന്മജന്മാന്തര ദുഷ്കർമ്മങ്ങളുടെ ആ ഒരു ഇല്ലായ്മ അല്ലെങ്കിൽ അതിനെ നമ്മളിൽ നിന്ന് കഴുകിക്കളയാനായിട്ട് അവിടെയുള്ള എനർജികൾക്ക് സാധിക്കുമെന്നാണ് പറയുക. പക്ഷെ അതിന് എന്ത് വേണം? ഈ പറഞ്ഞ ഉപാസനാ നിരതമായി നമുക്ക് പോകാൻ കഴിയണം, അല്ലെ? അപ്പൊ ഈ ചതുരഗിരി രാഹുൽ പോയി തിരിച്ച് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള യാത്രകൾ എങ്ങോട്ടായിരുന്നു? എവിടെയൊക്കെയാണ് പിന്നീട് സന്ദർശിച്ചത്? അതിന്റെ അടുത്ത സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു? ചതുരഗിരിന്ന് അന്ന് തിരിച്ചു പോകുന്ന വീണ്ടും ശ്രീവില്ലിപുത്തൂർ അവിടെ മുറിയിൽ വന്നു. അതിന്റെ പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് ഡിണ്ടുകലുള്ള സിറുമല എന്നൊരു മലയുണ്ട്, അങ്ങോട്ട് പോകുമായിരുന്നു. ഏകദേശം അവിടുന്ന് ഒരു 3-4 മണിക്കൂർ യാത്ര എടുത്തു. സിറുമലയിൽ ചെന്ന് കഴിയുമ്പോൾ അത് ഏകദേശം ഒരു 18ഓളം ഹെയർപിൻ വളവുകളുള്ള ഒരു മലയാണ്. നമ്മുടെ ഇടുക്കിയിലേക്ക് ആ ഇരിക്കുന്ന പോലെ തന്നെയുള്ള ഒരു മലനിരകളാണ്, നല്ല തളിർത്ത് നിൽക്കുന്ന മലനിരകളാണ്. അപ്പൊ അത് നമ്മള് നമുക്ക് ഒത്തിരി അറിയുന്നില്ല എന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ അനവധി ഇതുപോലെ, ഇതെല്ലാം ശരിക്കും തമിഴ് കാവ്യം ശിലപ്പതികാരത്തിലൊക്കെ പ്രതിപാദിക്കുന്നതായിട്ടുള്ള മലനിരകളാണ് ഈ പറയുന്നതൊക്കെ. മറ്റേത് ശിവപുരാണത്തിൽ പറയുന്നതാണ് ചതുരഗിരി ഉണ്ടെന്നാണ് കേട്ടത്. അതേപോലെ ശിലപ്പതികാരത്തിൽ പറയുന്നുണ്ട് ഈ സിറുമലയെ കുറിച്ചെന്നാ പറയുന്നത്. അപ്പം അതുപോലെ ആ സിറുമല, ഇതിന്റെ മുകളില് അഗസ്ത്യന്റെ സ്ഥാനമാണ്. ശരിക്കും അഗസ്ത്യമുനിയുടെ സ്ഥാനമാണ് സിറുമലയിൽ എന്ന് പറയുക. അവിടെ ചെന്ന് ആ മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ അഗസ്ത്യപുരം എന്നൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ ചെല്ലുക. അപ്പം അഗസ്ത്യപുരം ഇന്നിപ്പം ആ സ്ഥലം മാത്രമല്ല, ഇന്ന് പല പല ഇടങ്ങളിലും ആളുകൾ അവിടെ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ തരത്തിലുള്ള യാത്രയാകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലേണ്ട ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ നേരെ ചെല്ലേണ്ട അഗസ്ത്യപുരത്തേക്കാണ്. അഗസ്ത്യപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു അഗത്യാർ പീഠം എന്ന് പറഞ്ഞിട്ടൊരു ആശ്രമം കാണാം. അവിടെ ചെല്ലുമ്പോൾ അവിടെ വേറെ ഒന്നും ഇല്ല കാര്യമായിട്ട്, അഗത്യാർ പീഠം എന്നാണ് അവർ പറയുക. ആ ആശ്രമത്തിൽ ഏത് സമയത്ത് നമ്മൾ ചെന്നാലും അവിടെ ഇനി ഏത് രാത്രിയിലാണെങ്കിലും എപ്പോൾ ചെന്നാലും അവരവിടെ ഭക്ഷണമുണ്ട്. അന്നദാനമാണ് അവരുടെ പ്രധാന കാര്യം. അവരെപ്പോൾ ചെന്നാലും നമുക്ക് ഭക്ഷണം വിളമ്പി തരും. അത് തീർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ഉണ്ടാക്കുകയും, അത് ഇല്ലെന്നാണെങ്കിൽ ആരെങ്കിലും വന്ന അപ്പം അവിടെ അകത്ത് പോയി ഉണ്ടാക്കി ചൂടോടെ ചോറ് വിളമ്പി തരും അവര്. അപ്പൊ അവിടെ ആ അഗത്യാർ പീഠത്തിന്റെ അടുത്ത് നിന്ന് ഏകദേശം മുകളിലോട്ട് ഒരു മണിക്കൂറിനടുത്തോളം മല കാടാണ്. പിന്നെ ഈ പടികളുണ്ടാവും കാട്ടിൽ കൂടെ. അല്ലെങ്കിൽ കല്ലുകളൊക്കെ കുറച്ച് പടി ഉണ്ടാവും, പിന്നെ കല്ലൊക്കെ ചവിട്ടി പോകണം. അങ്ങനെ കുറച്ച് ട്രക്ക് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചെറുതായിട്ട് എന്നുള്ളൂ. 1 മണിക്കൂർ അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊരു വെള്ളിമല. ഇതിന്റെ പിറകിൽ നിൽക്കുന്ന ആ മലനിരകളിലുള്ളതാണ് വെള്ളിമല. ആ മലയുടെ മുകളിൽ ശിവലിംഗമുണ്ട്. അവിടെ ശിവന്റെ സ്ഥാനമാണ്. അത് അഗസ്ത്യ മഹർഷി പ്രതിഷ്ഠിച്ചതായിട്ട് ഉപാസിച്ചതായിട്ട് പറയപ്പെടുന്ന ഒരു ശിവലിംഗമാണ്. അതൊരു നല്ല ഒരു ഊർജ കേന്ദ്രമാണ്. ശരിയായിട്ടുള്ള അതീവ ഊർജം ഒഴുകുന്നതായിട്ടുള്ള ഒരു കേന്ദ്രമാണ്. അവിടെ ശിവനും പിന്നെ സുബ്രഹ്മണ്യന്റെ സ്ഥാനവും കൂടെയാണ്. സുബ്രഹ്മണ്യനുണ്ട്, ശിവനുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധകരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ സാധന ചെയ്യാവുന്നതാണ്. പകൽ സമയങ്ങളിലൊക്കെ നമ്മൾ അതിനനുസരിച്ച് പോയാൽ, അവിടെ എല്ലാ ദിവസവും പൂജയൊന്നും ഉണ്ടാവില്ല, എന്നാലും പകൽ സമയങ്ങളിൽ അങ്ങോട്ട് അവര് വിടും. പരമാവധി നമ്മൾ രാവിലെ നേരത്തെ ഏതെങ്കിലും ഡിണ്ടുകല്ല് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മുറിയെടുത്തിട്ട് രാവിലെ പരമാവധി നേരത്തെ ഇറങ്ങി ചെറുമല പോലുള്ള സ്ഥലങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെല്ലാം.
ആ ആഹാരമൊക്കെ അഗത്യാർ പീഠം എന്ന് പറഞ്ഞാൽ അവിടെ ആണെങ്കിൽ ആഹാരം കിട്ടും. നമുക്ക് മുകളിലോട്ട് ട്രക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിരുന്ന് നമുക്ക് സാധന നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഏകദേശം അവിടെ അങ്ങനെ ഒരു 1-2 മണിക്കൂർ അവിടെ ഇരിക്കാൻ സാധിച്ചു. 2 മണിക്കൂറിന്റെ മുകളിൽ അവിടെ ഇരിക്കാൻ സാധിച്ചു. ഞാൻ ചെന്ന സമയത്ത് അവിടെ അന്ന് അവിടെ ഈ വാവിനോടനുബന്ധിച്ചുള്ള അപ്പൊ ഇതുകൊണ്ട് അവിടെ ഒരു സ്വാമി വന്ന് അവിടെ അതിന് ശിവലിംഗത്തിന് പൂജ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം അവിടെ സംസാരിച്ചു. ഒടുവിൽ അദ്ദേഹത്തിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പം താല്പര്യമായി. അപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ ഡിണ്ടുകല്ല് ഈ ഭാഗത്ത് വേറെ ഏതെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ദിണ്ടുകൽ ഒരു ഓദയസ്വാമികൾ, ഓദയസിദ്ധർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സമാധിയുണ്ട്. പറ്റുവാണെങ്കിൽ അവിടുത്തെ ഡിണ്ടുകൽ മലൈക്കോട്ട, ആ ഡിണ്ടുകൽ സിറ്റിയിൽ തന്നെയുള്ള ഒരു വലിയ പാറയുണ്ട്, ഒരു കോട്ടയാണ്. അതിന്റെ പിന്നിലായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു സമാധി സ്ഥലമുണ്ട്. ഒന്ന് ചെന്ന് അന്വേഷിച്ചാൽ മതി. അത് നല്ല ഒരു ഇതാണ്, സാധിച്ചാൽ അവിടെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറെ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു വിവരം കിട്ടി. പിന്നെ അവിടുന്ന് പോന്നു. അവിടെ ഈ പറഞ്ഞ പോലെ പിന്നെ വേറെ പല കാര്യങ്ങൾ നമ്മള് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നിഗൂഢമായിട്ട് ചില ഇടങ്ങളിലൊക്കെ ഈ മറ്റു പല മിണ്ടാപ്രാണികളുടെ സാന്നിധ്യം ശരിക്കും അല്ലാത്ത തരത്തിൽ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് നായകളുടെ ഒരു സാന്നിധ്യം. ഇപ്പൊ ഈ സിറുമലയിൽ ചെന്നപ്പോഴും ഇങ്ങനെ ഇരുന്ന് സാധന ചെയ്യുമ്പോഴും നമ്മുടെ മടിയിലോട്ട് നമ്മുടെ നേരെയൊക്കെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഒരു നായ വന്ന് എന്തൊക്കെയോ വരുന്നുണ്ട്. ഈ നായ അതായത് അവിടെ സദാ അവരിങ്ങനെ കത്തിക്കുന്ന എന്തോ വിറകിട്ട് കൂത്തി കത്തിക്കുന്ന ഒരു ഭാഗം, അതൊരു കുഴിയായിട്ട് ഭസ്മമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ആ ഭാഗം. ആ ചൂടുള്ള ഒരു ഭസ്മമാണ്. അതിൽ സദാ കിടക്കുന്ന ഒരു നായുണ്ട്. അവിടെ എപ്പോഴും കാണാം. അതിലിങ്ങനെ സദാ ആ ഭസ്മത്തിൽ കിടന്ന് ഉരുളുവാണ് ആ നായ. അവിടെ നിന്ന് വിട്ടല്ലാണ്ട് ആ വായ എങ്ങും പോവില്ല. അപ്പൊ ചിലപ്പോ ഞാൻ ഇങ്ങനെ സാധന ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അതിങ്ങനെ കുറെ കഴിഞ്ഞപ്പോ അത് വന്നു, എന്തോ സ്പർശിച്ച പോലെ നോക്കിയപ്പോ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ തട്ടുവോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കാണാം അങ്ങനെ. അപ്പൊ ഇവരുടെ സാന്നിധ്യം നമുക്കത് ശരിക്കും എല്ലാത്തിനെയും നമുക്ക് ഭഗവാനായിട്ട് തന്നെ ഈ യാത്രകളിൽ എല്ലാം ആ ഭഗവാനായിട്ട് സങ്കല്പിക്കുക എന്നല്ലാണ്ട് വേറെ അന്വേഷണങ്ങളൊന്നും അവിടെ ഇല്ല. ഇത് ഏത് സിദ്ധരാണോ, അതിന്റെ തത്വം എന്താണെന്നോ ഇതൊന്നും അവിടെ അന്വേഷണം ഇല്ല. എല്ലാറ്റിനെയും ഒന്നായിട്ട് കാണുക എന്നല്ലാണ്ട് ബഹുമാനിക്കുക എന്നുള്ളൂ. അപ്പൊ അവിടെ അല്ല, അത് വളരെ കറക്റ്റാണ്. ഈ ശൈവാഗമ സിദ്ധാന്തങ്ങളിൽ പറയാറുണ്ട് സർവഭൂതാന്തരാത്മാ ശിവ എന്നാണ് പറയാ. എന്ന് വെച്ചാൽ എല്ലാ ഭൂതങ്ങളിലും, ഭൂതം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഉണ്ടായത്, ഭവിച്ചതെല്ലാം ഭൂതങ്ങൾ എന്നാണ് പറയാ. അത് മനുഷ്യര് മാത്രമല്ല, ഭൂമി മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നാരായണ ഗുരു പറഞ്ഞതുപോലെ ഒരു ചെറിയ ഉറുമ്പിന് പോലും നമ്മൾ ഹാനി വരുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നാരായണ ഗുരു. ഈ നമ്മളുടെ ഭാരത സംസ്കാരത്തില് ചെറുപ്രാണികളും അതേപോലെ തന്നെ സസ്യങ്ങളും വൃക്ഷലതാദികളും ഇതിനെല്ലാം സംരക്ഷിക്കുക, അതായത് ഭൂതഋണം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയുണ്ട്. ഈ ഭൂമിയിലുണ്ടായ സസ്യങ്ങളെ, വൃക്ഷങ്ങളെ, ജീവജാലങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയും. അപ്പൊ ശൈവാഗമത്തിൽ പറയുന്നത് സർവഭൂതാന്തരാത്മാ ശിവ എന്നുള്ളതാണ്. നീ കാണുന്നതെല്ലാം ശിവാംശങ്ങളാണ്, ശൈവാംശങ്ങളാണ് എന്നാണ്. നോക്കൂ, ഈ സാധാരണ സെമിറ്റിക് സങ്കല്പങ്ങളിലൊക്കെ മനുഷ്യൻ പാപിയാണെന്നും ഈശ്വരനെ പറ്റിയുള്ള സങ്കല്പങ്ങളില് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്ക് നിത്യനരകം നൽകുന്ന ദൈവമാണെന്നും ഒക്കെയുള്ള സങ്കല്പമാണ്. പക്ഷെ നമ്മൾ തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പൊ അർജുനന് ശ്രീകൃഷ്ണ പരമാത്മാവ് ഒരു കൂട്ടുകാരനായിരുന്നു. അതേ സമയം തന്നെ അദ്ദേഹത്തിന് ഗുരുവുമായിരുന്നു. അവരുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ നരനാരായണ ഋഷികളായി കഴിഞ്ഞിരുന്ന ആൾക്കാരാണെന്ന് നമുക്ക് മഹാഭാരതം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഈശ്വരൻ നമുക്ക് മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണ് ഭാരതത്തിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു സങ്കല്പം. അച്ഛന്റെ രൂപത്തിലും അമ്മയുടെ രൂപത്തിലും കൂട്ടുകാരന്റെ രൂപത്തിലും ഗുരുവിന്റെ രൂപത്തിലും ഒക്കെ നമ്മൾ കാണുന്നത് സർവഭൂതാന്തരാത്മാ ശിവ എന്ന് പറയുന്ന പോലെ എല്ലാം ഈശ്വരാംശങ്ങളാണ് എന്ന് പറയും. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസിലുണ്ടോ. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറുതിലും ഈ ബൃഹത്തായിട്ടുള്ള പ്രപഞ്ചത്തിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. അതിപ്രശസ്തമായിരിക്കുന്ന രുദ്രസൂക്തത്തില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നായ്ക്കളെ പരിപാലിക്കുന്നവരിൽ, വൃക്ഷങ്ങളിൽ, അങ്ങനെ സർവ്വതിലും ശിവനെ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ തരത്തിലുള്ള ഇപ്പൊ മരുത്വാൾമല യാത്ര നമ്മൾ നടത്തിയ സമയത്ത് അവിടെ നമ്മൾ ഇതേപോലെ ഇപ്പൊ ഞാനും ഈ മരുത്വാൾമല യാത്രയ്ക്ക് മുമ്പ് ഞാനും നമ്മുടെ 1-2 പ്രധാന ആൾക്കാരുമായിട്ട് ഈ മരുത്വാൾമല കയറാനായിട്ട് പോയി. കാരണം നമ്മൾ ഏത് സ്ഥലത്ത് തീർത്ഥാടകരെ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ അവിടെ പോയി സന്ദർശിക്കും. അപ്പൊ ഞങ്ങൾ ഇതേപോലെ മല കയറിയ സമയത്ത് നമുക്ക് മുന്നേ പോയിരുന്ന ഒരു നായയാണ്. അവൻ അവിടെ എത്തുന്നത് വരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് ബിസ്ക്കറ്റും വെള്ളവും കുടിക്കുന്ന സമയത്ത് പുള്ളി നമ്മളുടെ അടുത്ത് വന്നു. ഒരു ചുമന്ന പൊട്ടൊക്കെ ആരോ തൊടിയിച്ചൊക്കെ വിട്ടിട്ടുണ്ട്, ആളെ ഭസ്മം പോലെ എന്തൊക്കെയുണ്ട്. നമ്മുടെ അടുത്ത് വന്നിരുന്നു. നമ്മൾ പഞ്ചാക്ഷരി ജപിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ആദ്യം ചെന്ന് പിള്ളത്തറം ഗുഹയിലിരുന്ന് ഒരുപാട് സമയം മെഡിറ്റേഷൻ ചെയ്തു. വല്ലാത്തൊരു വൈബ്രേഷൻ ആണ്. നമുക്കത് ചെന്നാൽ ഈ പലരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ.
അത് അനുഭവം ഇല്ലാത്തവരാണ് പറയുക. പഞ്ചസാര കഴിക്കാത്തവന് പഞ്ചസാര വെള്ളാരം മണലാണ്. പക്ഷെ പഞ്ചസാര കണ്ട് രുചിച്ചവന് അത് വളരെ മധുരമുള്ള ഒരു വസ്തുവാണ്. അപ്പൊ ആത്മീയത കപടതയാണെന്നും ഇത് സമയം കൊല്ലലാണെന്നും ഒക്കെ വിമർശിക്കുന്നവർക്ക്, അത് ചെയ്യാതെ വിമർശിക്കുന്നവർക്ക് ഇതാണ്. പക്ഷെ നമ്മള് ഈ മരുത്വാൽമല പോലെയുള്ള സ്ഥലങ്ങൾ വെറും ഒരു കല്ലുകളുടെ കൂട്ടമല്ല ഒരു മല എന്ന് പറഞ്ഞത്. ഇപ്പോ ഇതിനെപ്പറ്റി രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്. അരുണാചലം എന്ന് പറഞ്ഞാൽ അത് ശിവൻ തന്നെയാണെന്നാണ് മഹർഷി പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ അരുണ ഇപ്പോ രാഹുൽ ഒരുപാട് തവണ പോയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ നമ്മൾ ഗിരിവലയം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോ നമ്മളെ ഭാരതീയ ആ ഒരു സങ്കല്പത്തില് പൂവിലും പുഴുവിലും നായിലും നരിയിലും തൂണിലും തുരുമ്പിലും എന്നിലും നിന്നിലും സർവ്വതിലും സർവഭൂതാന്തരാത്മാ ശിവ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ യാത്രകളൊക്കെ നടത്തുമ്പോൾ പലപ്പോഴും ഈ നായ്ക്കളുടെ സാന്നിധ്യം പല സ്ഥലങ്ങളിലും നമ്മൾ കാണും. കന്യാകുമാരിയിൽ ഉണ്ടായിരുന്ന ഒരു അമ്മ, ആ അമ്മയ്ക്കൊപ്പം സദാ നായ്ക്കള്, നമ്മള് മായി അമ്മ അല്ലെ, നായ്ക്കളെ കാണാൻ പറ്റും. ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മള് ഇവിടെ കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിൽ നമ്മൾ പോയി കഴിഞ്ഞാലും അവിടെ നായ്ക്കൾക്ക് വളരെ പ്രാധാന്യത്തോടെ കാണാൻ പറ്റും. മഹാഭാരത കഥയുടെ അവസാനം അവര് പോകുന്ന സമയത്ത് അവർക്ക് വഴികാട്ടുന്നത് ഒരു നായയാണ്. മഹാഭാരതം ആരംഭിക്കുന്ന സമയത്തും ഒരു യജ്ഞശാലയിലേക്ക് വരുന്ന ഒരു നായ ഉപദ്രവിച്ചതിന്റെ പേരിൽ ഉള്ള ചെറിയ ഇതോട് കൂടിയിട്ടാണത് ആരംഭിക്കുക. അപ്പൊ ഈ നായയുടെ പ്രാധാന്യം ഈ നമ്മളുടെ ഈ ചട്ടമ്പി സ്വാമികൾ ഒരിക്കല് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പല രൂപത്തിൽ ആത്മാവിന് വ്യതിയാനങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ജ്ഞാനപ്പാനയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പൂവായും പുല്ലായും പുഴുവായും ജനിച്ചു മരിച്ച് അവസാനമാണ് ശ്രേഷ്ഠമായ മനുഷ്യജന്മത്തിലെത്തുന്നത്. ചട്ടമ്പി സ്വാമികൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ചട്ടമ്പി സ്വാമികൾ വളരെ വലിയൊരു ഹഠയോഗിയും വളരെ വലിയൊരു സിദ്ധനും കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ഉറുമ്പുകളും പ്രാണികളും നായ്ക്കളും പൂച്ചകളും പക്ഷികളും ഒക്കെ വളരെ അനുസരണയോടെ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് സർവ്വതിലും ശിവനെ ദർശിക്കുന്ന ഒരാളിലേക്ക് സമാനമായ വൈബ്രേഷൻ ആകുമ്പോൾ ഈ ജീവജാലങ്ങൾ നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കും. അതാണ് നമ്മൾ പണ്ട് വനങ്ങളിലൊക്കെ തപസ് ചെയ്യുന്ന മുനിമാരുടെ അടുത്ത് മൂർക്കം പാമ്പും പുള്ളിപ്പുലിയും ഒക്കെ വന്ന് വളരെ അനുസരണയോടുകൂടി നമുക്ക് ഇരിക്കുന്നത് കാണാം. കാരണം അവർക്ക് എല്ലാവരോടും സ്നേഹമാണ്. നമ്മൾ ഈ ക്രോധവും ദേഷ്യവും നമ്മൾ ഈ പറയുന്ന ഷഡ്വൈരികളാകുന്ന വികാര വിചാരങ്ങളുമാണ് മനുഷ്യന് ഉള്ളത്. കാരണം നമ്മൾ ഔട്ടർ വേൾഡിലാണ്. ഇന്നർ വേൾഡിലേക്ക് ഒരു ദിവസം അരമണിക്കൂറെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് ഉവാമൈ ഞാൻ ആരാണെന്ന് അറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന ഊർജവും ശക്തിയും ശാന്തിയും സമഭാവനയും ഒക്കെ ഉണ്ടാകുന്നത്. ചട്ടമ്പി സ്വാമികള് ഒരിക്കല് ഒരു കഥയില് സ്വാമികളെ ഒരു സ്ഥലത്ത് ഊണ് കഴിക്കാനായിട്ട് വിളിച്ചു. ആ നാട്ടിലെ വലിയൊരു സമ്പന്നനാണ്, പക്ഷെ വളരെ വലിയൊരു പിശുക്കനാണ്. അങ്ങനെ സ്വാമികൾ പറഞ്ഞു, ഞാൻ മാത്രമല്ല എനിക്കൊപ്പം കുറച്ച് ആൾക്കാർ കൂടി ഉണ്ടാകും ഊണിന്. അപ്പൊ പുള്ളിക്ക് സന്തോഷമായി. നമ്മൾ ഈ സർവാണി സദ്യ എന്ന് പറയുന്നത് പോലെ പണ്ട് കാലങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇയാൾക്ക് വളരെ അഭിമാനമായി. കാരണം ചട്ടമ്പി സ്വാമികൾ മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പം ഇതേപോലെ സിദ്ധന്മാരായിരിക്കുന്ന കുറച്ച് ആൾക്കാർ കൂടി എന്റെ വീട്ടില് സദ്യ കഴിക്കാനായിട്ട് വരികയാണ്. അങ്ങനെ നാട്ടുകാരെയൊക്കെ പുള്ളി അറിയിച്ചു, വൃത്യന്മാരെയൊക്കെ വിട്ട് പറഞ്ഞു അവിടെ വലിയൊരു സദ്യ നടക്കാൻ പോകുന്നു. പക്ഷെ ഒരുത്തനെ അകത്തേക്ക് കേട്ടില്ല. അർത്ഥ വഴിക്ക് ഉപ്പ് തേക്കാത്ത ആളാണ്. അപ്പൊ സ്വാമികള് വന്നു. അപ്പൊ 10-15 ഇലയും കൂടി ഇട്ടു. അപ്പൊ ഈ അറിവിശിക്കനായ ആള് ചോദിച്ചു, അല്ല സ്വാമി, അങ്ങയുടെ കൂടെ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാർ വരുമെന്ന് പറഞ്ഞല്ലോ, ആരും കണ്ടില്ലല്ലോ. അപ്പൊ സ്വാമികളൊന്ന് കൈകൊട്ടിയ സമയത്ത് എവിടെ നിന്നൊക്കെയോ കുറെ നായ്ക്കൾ ഓടി ആ ഇലയുടെ ഫ്രണ്ടിൽ വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇയാൾക്ക് വലിയ നാണക്കേടായി പോയി. നായ്ക്കൾ വന്ന് ഭക്ഷണം കഴിക്കും. അപ്പൊ ഇത് കണ്ടപ്പോ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു, അതിന് 2-3 കാര്യങ്ങൾ പറയാറുണ്ട്. ഒന്ന്, ഇവര് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ നിന്നെ പോലെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആൾക്കാരായിരുന്നു. അവരുടെ ഈ ജന്മം അല്ലെ, ആ ആത്മാവ് ഈ നായ്ക്കളായി വന്ന് മറ്റുള്ളവന്റെ ആട്ടും തുപ്പും കല്ലേറും ഒക്കെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇത് ഇയാൾക്കുള്ള ഒരു സൂചന കൂടിയായിരുന്നു എന്നാണ് പറയാ. നമ്മൾ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പല സ്ഥലങ്ങളിലും നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ജീവജാലങ്ങൾ നമുക്കൊപ്പം സഞ്ചരിക്കുന്നത് വളരെ വലിയൊരു അനുഭവം ആയിട്ടുണ്ട്. അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് നമ്മളുടെ ഈ ഒരു യാത്രയെ പറ്റിയിട്ടുള്ള ഒരു വിവരണത്തില് ഇന്ന് നമുക്ക് ഏതാണ്ട് സമയം നമ്മളുടെ പൂർത്തിയാവുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറിന് അടുത്തായി. അപ്പൊ ചതുരഗിരിയെ പറ്റിയിട്ടുള്ളതും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളും മറ്റ് ആധ്യാത്മിക വിഷയങ്ങളുമാണ് നമ്മൾ ഇന്ന് ഇപ്പൊ ഈ ഒരു സമയത്ത് ചർച്ച ചെയ്തത്. അപ്പൊ എന്തായാലും സന്തോഷം. നമുക്ക് മറ്റു കാര്യങ്ങൾ, മറ്റ് ഹിമാലയൻ യാത്രയെ കുറിച്ചിട്ടുള്ള ഒരെണ്ണം നമുക്ക് ഇനിയും ഒന്നുകൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇരിക്കാം. സന്തോഷം. നമസ്തേ. ഓം നമഃ ശിവായ. ഓക്കെ.